സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടേസ്റ്റി ബൈറ്റ്സ്. ഇത് നമ്മൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് എടുത്ത് വെച്ച വീഡിയോ ആണ്. ഇപ്പോഴും പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറേ ദിവസം എഡിറ്റ് ചെയ്യാൻ വെച്ചിട്ട് കുറേ മടി പിടിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ ലാസ്റ്റ് എന്താണെന്ന് വിചാരിച്ചിരുന്നു എന്തായാലും അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല എന്താ ഉണ്ടാക്കാൻ പോണെന്ന്. നമ്മൾ ബീഫ് ഫ്രൈ ആയിട്ട് ഉണ്ടാക്കണമെന്ന്. നമ്മൾ ക്രിസ്മസിന്റെ ദിവസമല്ലേ ബീഫ് വാങ്ങിയത്. അപ്പൊ ഞാൻ കുറച്ചെടുത്ത് മാറ്റിയതാണ്. അപ്പൊ അതിനോടെ അപ്പൊ ഉണ്ടാക്കി നോക്കണത്. അപ്പൊ ഇവിടെ എടുത്തുള്ളത് 1/2 കിലോ ബീഫാട്ടോ. അത് നമ്മളത് ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഞാനും ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കണേ. അല്ലാതെ സമയത്തൊക്കെ ഉമ്മ ഉണ്ടാക്കുക. എനിക്കില്ലേ പണ്ട് കല്യാണം കഴിയാത്ത മുന്നേ ഒന്നും അറിഞ്ഞില്ല കേട്ടോ. അതായത് നമുക്ക് ചെറുതൊക്കെ അറിയാം. അതായത് ഓംലേറ്റ്, മുട്ട പൊരിക്കല്, അത് പിന്നെ ഉരുളക്കിഴങ്ങ് പൊരിക്കുക, പപ്പടം പൊരിക്കുക, അങ്ങനെ സംഭവങ്ങളൊക്കെ അറിയുള്ളൂ. അല്ലാതെ കറി വെക്കുക അങ്ങനെ ഒന്നും അറിയില്ല കേട്ടോ. പിന്നെ കല്യാണത്തിന് ശേഷം ഇക്കാനോട് വന്നപ്പോൾ എല്ലാം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ നമ്മൾ കുക്കിംഗ് എല്ലാം പഠിച്ചു. പിന്നെ എനിക്ക് കുക്കിംഗ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം. നമ്മൾ എൻജോയ് ചെയ്തിട്ട് ഉണ്ടാക്കുക അറിയില്ല, അതേപോലെ ഉണ്ടാക്കുക. അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും അത് വിളമ്പി കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അതേപോലെ എനിക്കും ഇപ്പൊ തന്നെ നമ്മളെ ബീഫ് ഇതാ ചെറുതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നല്ലോണം കഴുകിയെടുക്കാം. എനിക്കൊക്കെ ഉണ്ടല്ലോ ചിക്കനെക്കാട്ട് ഇഷ്ടം ബീഫാണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? താഴെ കമന്റ് ചെയ്യേ. ഇനി നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമ്മൾ ആ കഴുകിയെടുത്ത ബീഫിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. അങ്ങനെ നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 4 വിസിലും അടിച്ചെടുക്കുക. അപ്പൊ നമ്മൾ ബീഫ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും. നമ്മൾ നേരത്തെ വേവിക്കുമ്പോൾ മുളക് പൊടി ഇട്ടോടെ നമുക്ക് എരിവ് അനുസരിച്ചിട്ട് പിന്നെ മുളക് പൊടി ഇട്ടാൽ മതി. കുരുമുളക് പൊടിയും എന്നിട്ട് പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും പിന്നെ ഉപ്പ് നോക്കിയിട്ട് നമ്മൾ നേരത്തെ ഇട്ടുകൊണ്ട് ആവശ്യത്തിന് നോക്കി ഇട്ടാൽ മതി. പിന്നെ 1/2 ടേബിൾ സ്പൂൺ വിനെഗറും ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ പറയാൻ മറന്നുപോയി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്ത ശേഷം നമുക്ക് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ നമുക്ക് വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. മിനിമം അരമണിക്കൂറിൽ വെക്കണം കേട്ടോ. കൂടുതൽ ടൈം വെച്ചാൽ അത്രയും നല്ലത്. അതിന് മസാലയൊക്കെ നല്ലോണം അതിൽ പിടിച്ചോളും. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വെക്കാം. എന്നിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. 1 കപ്പ് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ എണ്ണ ചൂടാക്കുമ്പോൾ ഹൈ ഫ്ലെയിം വെച്ചിട്ട് ചൂടാക്കണേ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ആ ബീഫ് ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ നേരത്തെ വേവിച്ചുകൊണ്ട് കുറച്ച് വെന്താൽ മതി. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചില്ലേ, അത് നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ആക്കാം. കാരണം നമുക്ക് ലോ ഫ്ലെയിമിൽ കടന്നതിന് കുറച്ച് നേരം ക്രിസ്പായി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. അടിഭാഗം ഒന്ന് ക്രിസ്പായി വന്നാൽ നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. കുറെ ക്ലിപ്പുകൾ ഉണ്ടായിരുന്നു നമ്മൾ ഫ്ലിപ്പ് ചെയ്യണതും അങ്ങനെ വേപ്പിലയും പച്ചമുളകും ഒക്കെ വറുത്ത് കോരിയിട്ടുണ്ടൊക്കെ. അതൊക്കെ എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. അപ്പൊ നമ്മൾ ബീഫ് ഫ്രൈ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. ഇതുണ്ടൊക്കെ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്. അതിന്റെ പുറം ഭാഗം നല്ല ക്രിസ്പായിട്ടും ഉള്ളിൽ ജ്യൂസി ആയിട്ടും കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇത് ചോറിന്റെ ഒപ്പം അല്ല നമ്മളെ പൊറാട്ട അല്ലേ, പൊറാട്ടക്കാണ് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. സംഭവം കിടിലൻ ടേസ്റ്റ് ചെയ്യുന്നു, ഒരു രക്ഷയില്ല. അപ്പൊ നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ടാട്ടോ. നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ലൈക്കും ഷെയറും കമന്റ് ചെയ്യണേ. പിന്നെ കുറെ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പൊ അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അപ്പൊ ഓക്കെ, ബൈ.